മെഡിക്കൽ സർജിക്കലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടോപ്പിക്ക് നോക്കുമായിരുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് കൊറോണറി ഹാർട്ട് ഡിസീസ്. ഇതിലൊരു 20 പേജസിലായിട്ടാട്ടോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ഓളിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു വർഷം 2 ഓളിയും ഇതുപോലത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടി വരും അല്ലേ. ഇതെടുക്കാൻ തന്നെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ എക്സാമിൻ്റെ തലേദിവസമൊക്കെ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ ഒരു ടൈമിൽ ഈ ബുക്സൊക്കെ എടുത്ത് വായിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ അന്നൊക്കെ നമ്മൾ എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ ഞങ്ങൾ എത്താറുണ്ടല്ലോ. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്, കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇത്രയും വലിയ ബ്ലാക്കും ലെവിസും ഈ പാർക്കും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇരുന്നും ഒക്കെ അതിൻ്റെ പുറത്ത് കിടന്ന് വായിക്കുന്നതൊക്കെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഓൾറെഡി സ്ട്രെസ് ആവുന്നുണ്ട്. കാരണം ഈ എക്സാം ടൈമിൽ എങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വായിക്കുന്നതെന്ന്. ഓക്കെ, ഇതിനെയാണ് ഒരു തരത്തിലൊരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോട്ട് മേക്കിംഗ്. അപ്പോൾ ഈ 20 പേജിൽ കാണിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ഒറ്റ പേജിൽ എഴുതി എങ്ങനെ ഇരിക്കും? ബെറ്റർ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം ആ ഒരു ഒറ്റ പേജ് മാത്രം വായിച്ചിട്ട് പോയാൽ പോരെ. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇയർ മാത്രമേ കോളേജിൽ തന്നിട്ടുള്ള നോട്ട് പഠിച്ചിട്ടുള്ളൂ. ഫ്രം സെക്കൻഡ് ഇയർ ടു ഫോർത്ത് ഇയർ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എൻ്റെ നോട്ട് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് അതായിരുന്നു കംഫർട്ടബിൾ. ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നോട്ട് പ്രിപ്പറേഷൻ കുറച്ച് പ്രാധാന്യമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചിരുന്നാൽ, നമ്മുടെ സിലബസ് എടുത്തിട്ട് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് ഞാൻ സ്വന്തമായിട്ട് റെഫർ ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വലിയ ഡിസീസ് കണ്ടീഷനൊക്കെ ജസ്റ്റ് ഒരു പേജിൽ തീർക്കും. അങ്ങനെയായിരുന്നു എൻ്റെ നോട്ട്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാനും റിവൈസ് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നഴ്സിങ്ങിനെ സംബന്ധിച്ചോളം.